യുഎസിന്റെ 250-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി യുഎസ് ഡോളർ നോട്ടുകളിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒപ്പ് ഉൾപ്പെടുത്താൻ തീരുമാനം. ഇതോടെ അമേരിക്കൻ ചരിത്രത്തിൽ സ്വന്തം ഒപ്പ് രേഖപ്പെടുത്തുന്ന ആദ്യ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് മാറും. യുഎസ് ട്രഷറി വകുപ്പാണ് വ്യാഴാഴ്ച നിർണായക പ്രഖ്യാപനം നടത്തിയത്. ഭാവിയിൽ പുറത്തിറങ്ങുന്ന ഡോളർ നോട്ടുകളിൽ ട്രഷറി സെക്രട്ടറിയുടെ ഒപ്പിനൊപ്പം ട്രംപിന്റെ ഒപ്പും ഉണ്ടായിരിക്കും. ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കയുടെ സാമ്പത്തിക വളർച്ചയുടെയും ഡോളറിന്റെ ആധിപത്യത്തിന്റെയും അടയാളമായാണ് ഈ നീക്കത്തെ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് വിശേഷിപ്പിച്ചത്. നമ്മുടെ മഹത്തായ രാജ്യത്തിന്റെയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ചരിത്രപരമായ നേട്ടങ്ങളെ അംഗീകരിക്കാൻ ഇതിലും ശക്തമായ മറ്റൊരു വഴിയുമില്ല. 250-ാം വാർഷിക വേളയിൽ അദ്ദേഹത്തിന്റെ പേരുള്ള നോട്ടുകൾ പുറത്തിറക്കുന്നത് തികച്ചും ഉചിതമാണെന്ന് സ്കോട്ട് ബെസന്റ് പ്രസ്താവനയിൽ പറഞ്ഞു. അമേരിക്കയുടെ 250 വർഷത്തെ ചരിത്രത്തിൽ ഇതുവരെ ഒരു പ്രസിഡന്റും കറൻസിയിൽ ഒപ്പുവെച്ചിട്ടില്ല. ജീവിച്ചിരിക്കുന്ന വ്യക്തികളുടെ ചിത്രങ്ങളോ അടയാളങ്ങളോ കറൻസിയിൽ ഉൾപ്പെടുത്തുന്നത് നിയന്ത്രിക്കുന്ന 1866 നിയമം നിലനിൽക്കെയാണ് ഈ പുതിയ നീക്കം. രാജഭരണത്തിന് സമാനമായ രീതികൾ ഒഴിവാക്കാനാണ് അന്ന് ഇത്തരം നിയമങ്ങൾ കൊണ്ടുവന്നത്. അതിനാൽ തന്നെ ട്രംപിന്റെ ഈ തീരുമാനം വലിയ രാഷ്ട്രീയ നിയമതർക്കങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഒപ്പിനു പുറമെ ട്രംപിന്റെ ചിത്രം പതിപ്പിച്ച ഒരു ഡോളർ നാണയം പുറത്തിറക്കാനും ഭരണകൂടത്തിന് പദ്ധതിയുണ്ട്. നാണയത്തിന്റെ ഒരു വശത്ത് ട്രംപിന്റെ പ്രൊഫൈലും മറുവശത്ത് അമേരിക്കൻ പതാകയ്ക്ക് മുന്നിൽ അദ്ദേഹം നിൽക്കുന്ന ചിത്രവുമാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അമേരിക്കയുടെ സുവർണ കാലഘട്ടത്തിന്റെ ശില്പി എന്ന നിലയിൽ ട്രംപിന് നൽകുന്ന ആദരവാണിതെന്ന് യുഎസ് ട്രഷറർ ബ്രാൻഡൻ ബീച്ച് പറഞ്ഞു. 1861 ആഭ്യന്തര യുദ്ധകാലത്താണ് അമേരിക്ക ആദ്യമായി പൊതു ഉപയോഗത്തിനായി പേപ്പർ കറൻസികൾ പുറത്തിറക്കിയത്. ഗ്രീൻ ബാക്സ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന അക്കാലം മുതൽ ഇന്ന് വരെ പിന്തുടരുന്ന കീഴ്വഴക്കങ്ങളാണ് ഈ നീക്കത്തിലൂടെ തിരുത്തപ്പെടുന്നത്.